ഈ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് പുളിച്ച് കിട്ടുക, നമുക്ക് എപ്പോഴും ആസിഡ് റിഫ്ലക്സ് ചെയ്ത് ഇങ്ങനെ വരിക, അങ്ങനെയൊക്കെ തോന്നുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപാട് ആസിഡ് നമ്മുടെ ഈ ഒരു സ്റ്റൊമക്കിൽ കിടക്കുന്നത് കൊണ്ടായിരിക്കും, കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അതിനെ ഒന്ന് തണുപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് പല രീതികളും ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ ലോ ആസിഡ് കൊണ്ടാണ് ഇത് വരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? എന്നാൽ ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ തൃഷ്ണ, സമത്വം ഇൻ്റഗ്രേറ്റഡ് മെഡിസിൻ. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു അനിഷ. ഡോക്ടർ, നമുക്ക് എപ്പോഴും എനർജറ്റിക് ആയിട്ട് ഇരിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ ആയിരുന്നാലും ഞാനായിരുന്നാലും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും ആഗ്രഹിക്കുക. പക്ഷെ ഒരു ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ ആസിഡ് റിഫ്ലക്ട് ചെയ്ത് വരിക, ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു ഒരു വിമ്മിഷ്ടം അത് തോന്നുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമ്മളിപ്പോൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ ഡോക്ടർ പറഞ്ഞു അത് ആസിഡ് കൂടുതലുള്ളതിന്റെ അല്ല, കുറവാണെന്ന്. അപ്പൊ എങ്ങനെയാണ് ഡോക്ടർ അത് കുറയുന്നതിനെ നമുക്ക് എങ്ങനെ കൂട്ടാം? ആക്ച്വലി അനിഷ, അതിലെ ഏറ്റവും വലിയ പ്രശ്നം തരട്ടെ, ചില ആൾക്കാരുടെ ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ തൊണ്ടയിൽ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ തൊണ്ടയിൽ ഒരു പിടുത്തം, ഭയങ്കരമായിട്ട് നെഞ്ചെരിയുന്നു എന്നൊക്കെ പറയും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഓടിപ്പോ ഒരു സോഡ കുടിക്കും. അതെ 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 അടുത്ത കടയിൽ പോയി സോഡ കുടിക്കും, അല്ലെങ്കിൽ ഒരു ജെലൂസിലോ ഒരു ആന്റാസിഡ് എന്തെങ്കിലും കുടിക്കും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒമേപ്രസോളോ പാന്റോപ്രസോളോ കഴിക്കും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ പ്രശ്നം 90% ഓഫ് ദ കേസസിൽ ആസിഡ് കുറവായതുകൊണ്ടാണ്, കൂടുതലായതുകൊണ്ടല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്ത, ഇല്ലാത്ത ആസിഡിനെ വീണ്ടും ഇല്ലാതാക്കി ഇതൊക്കെ ചെയ്തപ്പോൾ. അവിടെയാണ് അതിന്റെ ഒരു പ്രശ്നം വരുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ വരുമ്പോൾ ആന്റിബയോട്ടിക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും അല്ലെ. അതിനോടൊപ്പം നമ്മൾ ഈ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്, അതായത് ഈ ഒമിപ്രസോളോ പാന്റോപ്രസോളോ ഒക്കെ എടുത്തിട്ടുള്ളവരല്ലേ. അപ്പം ചില ആൾക്കാരെന്ന് വെച്ചാൽ എപ്പം വയറിന് പ്രശ്നം വന്നാലും ഇത് ഓടിപ്പോയി എടുക്കും വിത്തൗട്ട് എ പ്രിസ്ക്രിപ്ഷൻ അല്ലെ. മറ്റേത് ഡോക്ടർ ആ മെഡിസിന്റെ കൂടെ കുറച്ച് നാളത്തേക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതെല്ലാം ഈ സെൽഫ് മെഡിക്കേഷൻ ഒരു ഭാഗം അല്ലെ. അതെ അതെ, അല്ലെ ഗൂഗിളിംഗ് എല്ലാം AI എല്ലാം ഇതിന് അല്ലെ. അപ്പം പക്ഷെ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു ക്ലിനിഷ്യന് മാത്രമേ ഇത് കറക്റ്റായിട്ട് കൂടുതലാണോ കുറവാണോ ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കുറവാണെങ്കിൽ നമ്മൾ വീണ്ടും അത് കുറയ്ക്കുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ഡൈജഷൻ ഇമ്പയർ ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ ഇത്, നമുക്ക് ഈ ആപ്പിൾ സൈഡർ വിനിഗർ ഇല്ലേ, ആപ്പിൾ സൈഡർ വിനിഗർ ഒരു അടപ്പിലെടുക്കുക, ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് എംപ്റ്റി സ്റ്റമക്കിൽ കുടിക്കണം രാവിലെ വെറും വയറ്റിൽ. കുടിച്ചു കഴിയുമ്പോൾ നമുക്കൊരു അസ്വസ്ഥതയാണ് തോന്നുന്നെങ്കിൽ ആസിഡ് കൂടുതലാണ്, പക്ഷെ സുഖമാണ് തോന്നുന്നെങ്കിൽ നമുക്ക് ആസിഡ് കുറവാണ്. കാരണം അതൊരു അസിഡിക് മീഡിയം ആണ് ഈ ആപ്പിൾ സൈഡർ വിനിഗർ എന്ന് പറയുന്നത്. അപ്പം പല ആൾക്കാരും ഈ ഇൻഡൈജഷൻ വരുന്ന ആൾക്കാർ പറയുന്നത് എനിക്ക് പുളിയുള്ള ഫുഡ് അല്ലെങ്കിൽ ഒരു അച്ചാർ കഴിക്കുമ്പോൾ സുഖം തോന്നുന്നുണ്ടെന്നൊക്കെ ചിലവർ പറയും അല്ലേ. അപ്പൊ ഫുഡിന്റെ അടുത്ത് ഒരു ബിരിയാണിയൊക്കെ കഴിച്ചതിൻ്റെ അടുത്ത് അച്ചാറും കൂടെ കഴിച്ചാലേ ഡൈജഷൻ അങ്ങോട്ട് ശരിയാവുള്ളൂ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അച്ചാറിലൊക്കെ വിനീഗറൊക്കെ ഒഴിക്കുമല്ലോ, അത് ആസിഡ് സെക്രീഷൻ ഇച്ചിരി കൂട്ടി നമ്മുടെ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യും. പക്ഷെ അത് സിന്തറ്റിക് വിനീഗർ ആണ്. ബെറ്റർ ഇസ് ആപ്പിൾ സൈഡർ വിനീഗർ ഫോർ ഷുവർ. അത് നാച്ചുറൽ സോഴ്സ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാർക്കും ഈ ആസിഡിറ്റി എന്ന് വിചാരിക്കുന്നത് ആക്ച്വലി ഹൈപ്പോക്ലോർഹൈഡ്രിയ, അതായത് ആസിഡ് കുറവുള്ള കണ്ടീഷനാണ്. അപ്പൊ ഈ ആസിഡ് കുറവുള്ളപ്പോൾ നമുക്ക് ഈ ആപ്പിൾ സൈഡർ വിനെഗർ ഒക്കെ കഴിച്ചാൽ മതിയോ? മതി അത് മതി. അത് പക്ഷേ ആസിഡ് കൂടുതലുള്ള ഒരാൾ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ട് വരും. പക്ഷെ ഇത് എന്താണെന്ന് കണ്ടുപിടിക്കണം. അത് കുറവാണോ കൂടുതലാണോ എന്ന് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് ഡോക്ടർ? ഒരു ബ്ലഡ് ടെസ്റ്റിലൂടെയാണോ എങ്ങനെയാണ്? അല്ല, അതും ഈ പറഞ്ഞ കണക്ക് നമ്മളൊരു ക്ലിനിക്കൽ സിംറ്റംസാ. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ പേഷ്യന്റ് വന്ന് നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ചോദിക്കുന്ന പല ക്വസ്റ്റ്യൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഫുഡ് കഴിച്ച ഉടനെയാണോ ബുദ്ധിമുട്ട്, അതോ എംറ്റി സ്റ്റമക്കിലാണോ, കഴിക്കാതിരിക്കുമ്പോഴാണോ ബുദ്ധിമുട്ട്? ഇതെല്ലാം നമുക്കൊരു ഐഡിയ കിട്ടും ഇവർക്ക് കൂടുതലാണോ കുറവാണോ. പിന്നെ ചില ആൾക്കാർ എച്ച് പൈലോറി ഇൻഫെക്ഷൻ്റെ കാര്യം പറയാറുണ്ടല്ലോ, ഇപ്പം ഭയങ്കര കോമൺ ആണ് എച്ച് പൈലോറി ഇൻഫെക്ഷൻ. ഈ എച്ച് പൈലോറിയുടെ ഘട്ടത്തിൽ തന്നെ ചിലപ്പോൾ ആദ്യഘട്ടത്തിൽ കൂടുതലായിരിക്കും ആസിഡ് സെക്രീഷൻ. പക്ഷേ ഈ എച്ച് പൈലോറിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, പുള്ളി തന്നെ ഈ ആസിഡ് സെക്രീഷനെ കുറയ്ക്കാനുള്ള കെമിക്കൽസ് റിലീസ് ചെയ്യും. അപ്പോൾ കാലാകാലങ്ങളായിട്ട് ഇതവിടെ ഉണ്ടെങ്കിൽ ആസിഡ് സെക്രീഷൻ പുള്ളി തന്നെ അങ്ങ് കുറയ്ക്കും. അപ്പം നമ്മൾ ആദ്യം അസിഡിറ്റി ആണെന്ന് വിചാരിച്ചിരുന്ന കാര്യം കാലക്രമേണ ഹൈപ്പോ ആസിഡിറ്റിയിലേക്ക് മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ എച്ച് പൈലോറിനെ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്യണം. അതിന് നമുക്കിപ്പം സ്റ്റൂൾ ആൻറ്റിജൻ ടെസ്റ്റ് ഉണ്ട്, അതായത് മലത്തിൽ അതിൻ്റെ ആൻറ്റിജൻസ് ഉണ്ടോ എന്ന് നോക്കാം. പിന്നെ അല്ലാണ്ട് ബ്രെത്ത് ടെസ്റ്റ് ഉണ്ട്, യൂറിയസ് ബ്രെത്ത് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ശ്വാസത്തിൽ നമ്മുടെ ഇതിലൊരു സ്മെല്ല് യൂറിയയുടെ ഇതുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്കറിയാൻ പറ്റും എച്ച് പൈലോറിയുടെ പ്രസൻസ് ഉണ്ടെന്ന്. പലപ്പോഴും വായനാറ്റത്തിൻ്റെയും വൺ ഓഫ് ദ റീസൺസ് ഇതായിട്ട് വരാറുണ്ട്. എച്ച് പൈലോറി, സിബോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവാറുണ്ട്.
അപ്പം എച്ച് പൈലോറി ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യണം. അത് ഏത് ഘട്ടമാണെന്നും കൂടെ നമ്മൾ നോക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് തിങ്, ഈ ആസിഡ് സെക്രീഷൻ കുറയുന്ന ആൾക്കാർക്ക് എന്തായിരിക്കും തൊട്ടേ ഈ പരിപ്പ് പയറ് വർഗ്ഗങ്ങളൊക്കെ കഴിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർക്ക് ഈ പ്രോട്ടീൻ ഡൈജഷൻ ആണ് ഈ HCl ഹെൽപ്പ് ചെയ്യുന്നത്. പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നോൺ വെജ് സോഴ്സസ് കുറച്ചുകൂടെ എളുപ്പമാണ്, കാരണം ബ്രേക്ക് ഡൗൺ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. അങ്ങനെ പറയുന്ന ഒരുപാട് ആൾക്കാരില്ലേ അല്ലേ, എനിക്ക് സാമ്പാർ കഴിക്കുമ്പോഴാ പ്രശ്നം, എനിക്ക് ചിക്കൻ കഴിച്ചാൽ പ്രശ്നമില്ല, എനിക്ക് പയറ് കടല വർഗ്ഗങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല, അതായത് ഈ വെജ് പ്രോട്ടീൻസ് ഒന്നും പറ്റില്ല, പക്ഷെ ചിക്കൻ ഇങ്ങനെയുള്ളതെല്ലാം കഴിക്കാന്നും പറയുന്നുണ്ട്. അപ്പൊ ഞാനത് വിചാരിച്ചു, വെജ് പ്രോട്ടീൻ അല്ലേ നല്ലത്, ചിക്കനെ ഇതിനേക്കാളും നമുക്ക് മറ്റു രോഗങ്ങളെ മാറ്റി വെക്കുന്നത് വെജ് പ്രോട്ടീൻ കഴിക്കുമ്പോഴാണ്, ഒരുപാട് രോഗങ്ങൾ കൂട്ടാതിരിക്കുന്നത്. അപ്പോ എങ്ങനെയാണ് ഡോക്ടറെ അത് അങ്ങനെ സംഭവിക്കുന്ന, അവർക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും അല്ലേ. കാരണം ഈ പ്ലാന്റ് പ്രോട്ടീനിൽ, അതായത് ഇപ്പൊ പരിപ്പ് പയറെന്നൊക്കെ പറയുന്നതിനകത്ത് ആന്റി ന്യൂട്രിയൻസ് ഒരുപാടുണ്ട്. അതായത് അതിനെ എന്താ പറയുക, ദഹനം റെസ്ട്രിക്ട് ചെയ്യാനുള്ള കുറേ സാധനങ്ങളുണ്ട്. അപ്പം അത് നമ്മൾ നല്ലോണം സോക്ക് ചെയ്യണം ഓവർനൈറ്റ്, 8 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടൻറ്റ്. പിന്നെ പ്രഷർ കുക്ക് ചെയ്ത മുകളിലത്തെ പതയുണ്ടല്ലോ, അതൊക്കെ കളഞ്ഞു കഴിയുമ്പോൾ കുറേയൊക്കെ ആൻറ്റി ന്യൂട്രിയൻസ് അതിൽ നിന്ന് പോകും. അപ്പോൾ ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. പക്ഷേ എങ്കിലും പൊതുവെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആസിഡ് സെക്രീഷൻ യൂഷ്വലി കുറവായിരിക്കും. അപ്പോൾ അത് കറക്റ്റ് ചെയ്യണം. അപ്പോൾ അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ചിലപ്പോൾ നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട് ആസിഡ് തീരെ കുറവുള്ളവർക്ക്, ഒട്ടും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ചിലപ്പം ഒരു ടാബ്ലറ്റ് പരുവത്തിലൊക്കെ ആസിഡ് കൊടുക്കാറുണ്ട്. പക്ഷേ സ്റ്റാർട്ടിങ് വിത്ത് ഈ ആപ്പിൾ സൈഡർ വിനീഗർ നമുക്ക് വേണമെങ്കിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് കുടിക്കാൻ പറ്റും. വെള്ളത്തിൽ ഡയറക്റ്റ് ആയിട്ട് കുടിക്കരുത്, ഭയങ്കര സ്ട്രോങ് ആണ്, ആസിഡ് അല്ലേ. അപ്പം നമ്മൾ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് തന്നെ കുടിക്കണം. അതിൽ കുറച്ച് നാരങ്ങ വേണമെന്ന് നിർബന്ധമില്ല, ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് അത് തന്നെ കുടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഒരു പരിധി വരെ ഈ ഒരു ആസിഡ് സെക്രീഷൻ കുറയുന്നതിനെ കൂട്ടാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ദഹനവും ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. പിന്നെ തേർഡ് തിങ്, ആസിഡ് സെക്രീഷൻ കുറേ കാലം കുറഞ്ഞിരുന്ന വേറെ പ്രശ്നം വെച്ചാൽ ഒരുപാട് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് വരും. പ്രോട്ടീൻ ഡെഫിഷ്യൻസി എന്തായാലും വരും, കാരണം പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. രണ്ടാമത് അയൺ ഡെഫിഷ്യൻസി വരും, നമുക്ക് രക്തക്കുറവ് വരും, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി വരും. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കാലക്രമേണ വരും. അപ്പൊ നമ്മൾ ഡോക്ടറിന് അടുത്ത് പോകുന്ന എപ്പോഴായിരിക്കും, കൈകാല് തരിപ്പ്, ഒരു കടച്ചില്, പീരീഡ്സ് ലേറ്റ് ആവുന്നു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നുന്നു, ഇതൊക്കെ ആയിട്ടായിരിക്കും നമ്മുടെ ഡോക്ടറിന് അടുത്ത് പോകുന്നത്. പക്ഷെ ആക്ച്വലി ദ പ്രോബ്ലം വിൽ ബി ഹിയർ. അപ്പൊ നമ്മൾ എത്ര സപ്ലിമെന്റ് എടുത്താലും ഇവർക്ക് കൂടുന്നില്ല. കാരണം എന്താ, സപ്ലിമെന്റ് എടുത്താലും ഇവർക്ക് അത് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ ഇതാദ്യം കറക്റ്റ് ചെയ്യണം. പിന്നെ മൂന്നാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ഗട്ട് ഡിസ്ബയോസിസ് ഉള്ളവർക്ക്, അതായത് ആസിഡ് ഉണ്ടെങ്കിൽ മാത്രമേ, ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡിലൊക്കെ എന്തായാലും അണുക്കൾ കാണും അല്ലേ, നമ്മൾ ഇവിടുന്നൊക്കെ ഫുഡ് വാങ്ങി അല്ലേ കഴിക്കാറ്. അപ്പം ഈ അണുക്കളെ എല്ലാം നശിപ്പിക്കുന്നത് ഈ ആസിഡാണ്. അപ്പൊ ആസിഡ് കുറവുള്ളവർക്ക് ഈ അണുക്കളെ ഒരു പ്രിവെന്റ് ചെയ്യാനായിട്ട് ഒരു ബാരിയർ ഇല്ല. അപ്പോൾ നേരെ ഇൻറ്റസ്റ്റൈനിൽ പോയിട്ട്, ഇൻറ്റസ്റ്റൈനിൽ ആസിഡിക് മീഡിയം അല്ല, ആൽക്കലൈൻ മീഡിയമാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇത് നല്ലതായിട്ട് കോളനൈസ് ചെയ്ത് അവിടെ സുഖമായിട്ട് വസിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത്, IBS, സിബോ, ഇങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ വരും. അപ്പൊ ചില ആൾക്കാരെങ്കിലും പറയുന്നുണ്ടാവും, ഡോക്ടർ എനിക്ക് കുറേ കാലം മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഒരു വൈറൽ പനി വന്നപ്പോഴത്തേക്ക് പിന്നെ വയറങ്ങ് കുളമായെന്ന് പറയും. എനിക്ക് ഈയിടയ്ക്ക് അങ്ങനെ ഒരു കേസ് വന്നായിരുന്നു റീസെന്റ്. അപ്പം പുള്ളി നല്ല ചെറുപ്പക്കാരൻ. അപ്പം കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു 3 മാസം കൊണ്ട് 10 കിലോ കുറഞ്ഞു പുള്ളിക്ക്. 10 കിലോ പനി വന്ന ശേഷം. ഫോട്ടോ തന്നെ കാണിച്ചു, നമ്മൾ ആളെ കണ്ടാൽ തിരിച്ചറിയില്ല. അപ്പം ഇതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ, ഒരുപക്ഷെ പുള്ളിക്ക് ആസിഡ് കുറവാണ്. അപ്പം ഈ ഇൻഫെക്ഷൻ ഒക്കെ വന്ന സമയത്ത് ബാക്ടീരിയസിനൊന്നും കൊല്ലാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ എക്സ്പോഷർ വന്നിട്ട് പുള്ളിക്കാരന് ഈ സിബോ വന്നിരിക്കുകയാണ്. അപ്പം സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത്, ഫുഡ് കഴിക്കുന്ന ഒന്നും ദഹിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അതിൽ ന്യൂട്രീഷൻ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് വെയിറ്റ് ലോസ് ഉണ്ടാവും. പിന്നെ സ്ട്രെസ്സും ഇതിനൊരു ഘടകമാണ്. കാരണം എന്ന് പറയട്ടെ, ലോങ് ടേം സ്ട്രെസ് വരുന്ന സമയത്ത് നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആവും. അപ്പോൾ അതാണ് നമ്മൾ എപ്പോഴും ഫ്ലൈറ്റ് ഓഫ് ഫ്ലൈറ്റ് മെക്കാനിസം, നമ്മളെപ്പോഴും ഇങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ അതിൻ്റെ ഒരു ഫ്ലിപ്പ് സൈഡ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡൈജഷനെ ഇൻഹിബിറ്റ് ചെയ്യും. കാരണം നമുക്കിപ്പോൾ ഓടാൻ പോകുന്ന ആൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാർ പറയുന്നത് ഫുഡ് കഴിക്കുമ്പം ഉടനെ ഓടരുത്, അല്ലെങ്കിൽ അല്ലേ, കാരണം റെസ്റ്റ് എടുക്കണം എന്ന് പറയുന്നത്. കാരണം ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ് സെൽഫ് ഇസ് എ ബിഗ് പ്രോസസ്. അപ്പം നമ്മൾ നമുക്ക് എപ്പോഴും സ്ട്രെസ് ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഡൈജഷൻ എപ്പോഴും നമുക്ക് കുറവായിരിക്കും.
അപ്പോൾ അതുകൊണ്ട് ക്രോണിക് സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഓക്കെ. പണ്ടൊക്കെ വിചാരിച്ചിരുന്നിട്ട് സ്ട്രെസ് ഉള്ളവർക്ക് അസിഡിറ്റി വരും. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഹറി വറി കറിയായിരുന്നു പെപ്റ്റിക് അൾസറിന്റെ കാരണം. പക്ഷെ ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് വെച്ചാൽ ഹറി വറിയൊക്കെ ടു സം എക്സ്റ്റെന്റ് ഷോർട്ട് ടേമിലേ ഇത് ആസിഡ് കൂട്ടുള്ളൂ. പിൽക്കാലത്ത് ആസിഡ് സെക്രീഷൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും ശ്രദ്ധിക്കണം. ഈ ഒരു ആസിഡ് സെക്രേഷൻ കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നതിനെ കുറിച്ചായിരുന്നു നമ്മുടെ ഡോക്ടർ തൃഷ്ണ സംസാരിച്ചത്. എനിവേ എല്ലാവർക്കും അത് ക്ലിയർ ആയി കാണുമെന്ന് തന്നെ തോന്നുന്നു. കാരണം ഒരുപാട് പേര് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒത്തിരി പേരെ നമുക്ക് ചുറ്റിനും ഉണ്ട്, ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ക്ലിയർ ആവുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കണ്ടന്റിന് താഴെ മെസ്സേജ് ആയിട്ട് ചോദിക്കുക. അതുമാത്രമല്ല ഡോക്ടറിനെ കോൺടാക്ട് ചെയ്യുക. എനിവേ താങ്ക് യു സോ മച്ച്. താങ്ക് യു.